അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്നല്ലേ, ഇന്ന് വെക്കാൻ പോണ ചീരക്കറിയാണ്. ഈ ചീരക്കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചീരയും ചക്കക്കുരും, അങ്ങനെ ചീരയും ചക്കക്കുരും കൂടി ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാനെന്തായാലും ഈ കൂട്ടാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് പിന്നെയാണ് ഇങ്ങനത്തെ കൂട്ടാൻ ഉണ്ടാക്കി തുടങ്ങിയത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വെക്കണേ, ചീര ചക്കക്കുരു, ചീര പയറ്, അങ്ങനെ പല ടൈപ്പും വെക്കണ്ടേ. പക്ഷേ നമ്മളൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചീര പരിപ്പ്, ചീര തേങ്ങ, ഇത്രയുള്ള നമ്മുടെ ചീരക്കറിയിൽ ഇടുന്ന സാധനങ്ങൾ. പിന്നെ ചെമ്മീനിടും. പക്ഷേ ചക്കക്കുരുവൊക്കെ ഇട്ട് വെക്കണം ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ടേസ്റ്റ് ഉണ്ടാവുമോ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം. ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. ആദ്യം തന്നെ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ, കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടണം. അത് നല്ലപോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചീര ഇട്ട് കഴിഞ്ഞിട്ട് ആ കൂടെ നമ്മൾ വേവിച്ച് വെച്ചാണ് ചക്കക്കുരുവിൻ്റെ. ഇതിലിടുന്ന ചക്കക്കുരുവിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വട്ടം അരിയരുത്, നീളം അരിയണം. അതും കനം കുറച്ചരിയണം കേട്ടോ. എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ചക്കക്കുരും കൂടി ഇട്ട് ഇളക്കി കൂട്ടിയെടുക്കണം. എന്നിട്ട് ആവിയിൽ വേവിക്കണം. ഓൾറെഡി ചക്കക്കുരു വെന്തതാണെങ്കിൽ പോലും ചീരക്ക് വേവുണ്ടല്ലോ. അപ്പോൾ ഈ ആവിയിൽ ഇരുന്നാവുമ്പോൾ ആ ചീരയും ചക്കക്കുരും കൂടി നല്ലോണം കുഴഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെനിക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. നല്ല കറിയാണ്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് ചീരയും ചക്കക്കുരും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ, ഇഷ്ടമായില്ലെങ്കിൽ ആയില്ലെന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ മിക്കവാറും ചക്കക്കുരു ഒക്കെ ഉള്ള സമയത്ത് ചീരയും ചക്കക്കുരും കൂടി വെക്കണേ. അതാവുമ്പോഴേ സാധാ നമ്മൾ ചീര വാട്ടിക്കഴിഞ്ഞാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ചക്കക്കുരും കൂടി ഇട്ട് വെക്കുമ്പോൾ കറി കുറച്ച് അധികം ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ വെക്കണേ. അപ്പോൾ നമുക്ക് 2 നേരം കൂട്ടാനുള്ള കറി കിട്ടും. മറ്റേത് ഒരു നേരത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ ചീരയിൽ തേങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ. പക്ഷേ ചക്കക്കുരു ഇട്ട് വെച്ചാൽ അങ്ങനെയല്ല, 2 നേരം കൂട്ടാനുള്ള കറി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.